നമുക്ക് ആദർശിന്റെ നയനയുടെയും നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് മുത്തശ്ശനോട് അനി പറഞ്ഞു, മുത്തശ്ശനെ കാണാനായിട്ട് ഹോസ്പിറ്റലില് നയനടുത്തേയും ആദർശാണ്ടും വന്നല്ലേ, ആ സമയത്ത് നല്ല രീതിയിൽ ഒന്ന് സംസാരിക്കായിരുന്നു മുത്തശ്ശന്. അവരോട് മുത്തശ്ശനൊന്നും സംസാരിച്ചു പോലും ഇല്ലല്ലോ. അത് അവർക്ക് നല്ല വിഷമമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, എന്തിനാടാ ഞാൻ അവരോട് എന്തിനാ സംസാരിക്കണേ? അവരെ ഇവിടുന്ന് ഞാൻ കയ്യെ പിടിച്ച് ഇറക്കി വിട്ടൊന്നുമല്ല, തന്നെ ഇഷ്ടപ്രകാരം പോയതാ, എന്തൊക്കെയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയുള്ള ആൾക്കാരെ മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നും എനിക്കില്ല. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിച്ചെന്ന് കേട്ടാൽ പോലും എന്നെ കാണാനോ തിരിഞ്ഞു നോക്കാനോ വന്നേക്കരുതെന്നൊക്കെ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ദേവേനിക്ക് ഭയങ്കര സങ്കടമായി. ദേവേനി ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് മുത്തശ്ശനെ നോക്കിയിട്ട് പറഞ്ഞു, അച്ഛാ എന്താ വെച്ചാ ഇങ്ങനെ, അതിന് മാത്രം എന്ത് തെറ്റാ ആദർശ് ചെയ്തേ? പിന്നെ ആദർശ് പോയി കഴിഞ്ഞപ്പോൾ നയനമോള് പോയി. ആദർശ് അവിടെ തന്നെയുള്ളെങ്കിൽ നയനമോൾക്ക് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പോരാത്തന്നെ അവള് ഗർഭിണിയും കൂടെ അല്ലേ, അതുകൊണ്ടാണ് ഞാൻ മോളെയും പറഞ്ഞു വിട്ടെ. അതിന് മോളോടും അച്ഛൻ ദേഷ്യം കാണിക്കേണ്ട കാര്യമുണ്ടോ? ഇത് കേട്ടപ്പോൾ മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എനിക്ക് മുമ്പ് വലിയൊരു രോഗം ഉണ്ടായിരുന്നു. ആ രോഗത്തിന്റെ പിടിയിൽ നിന്ന് ഞാനിപ്പോൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടു വന്നോളൂ. ഇനി വീണ്ടും എന്നെ ആ രോഗത്തിലേക്ക് തള്ളിയിടാനാ നിങ്ങളുടെ ഭാവമെങ്കിൽ ആയിക്കോ, എന്ത് വേണമല്ലോ ആയിക്കോ. ഞാൻ പറയാനുള്ള കാര്യങ്ങൾ ആരുടെ മുഖത്ത് നോക്കിയാലും പറയും. എൻ്റെ ബി പി കൂട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് വെള്ളം പറഞ്ഞോളാൻ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ദേവേനോട് ജലജ പറഞ്ഞു, എടുത്തി എന്താ ഇങ്ങനെ പറയണേ? അച്ഛനിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ. വെറുതെ അച്ഛനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അച്ഛനെ മനസ്സ് വേദനിപ്പിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ദേവേനിക്ക് നല്ല ദേഷ്യമായി. ദേവേനി പറഞ്ഞു, ഇതേ ജലജെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വരണ്ട. നിന്റെ മനസ്സിലിരിപ്പ് എന്താന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതി അറിയാം. അതുകൊണ്ട് നീ കൂടുതൽ പറയണ്ടെന്ന് പറഞ്ഞു. ഒടുവില് മുത്തശ്ശി പറഞ്ഞു, ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരം കാര്യങ്ങളൊക്കെ വേണ്ട. പിന്നീട് മുത്തശ്ശനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. കാരണം മുത്തശ്ശിക്ക് അറിയാം ഇനി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ലെന്നുള്ള കാര്യം. ഈ സമയം ജലജയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അച്ഛൻ ആദർശന് മൊത്തത്തിൽ തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇനി ആദർശ് ഈ വീട്ടിലേക്ക് കയറണമെങ്കിൽ ഇത്തിരി സമയം പിടിക്കും. പെട്ടെന്നൊന്നും കയറാൻ വഴിയില്ല. പിന്നീട് അബിയോട് എന്നിട്ട് പറഞ്ഞു, എടാ മോനെ, നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നെന്ന് പറഞ്ഞു. എന്താ അമ്മേ? ആദർശനെ ഇപ്പൊ കണ്ണെടുത്താൽ കാണത്തില്ല. ഹോസ്പിറ്റലിൽ വന്നിട്ടും അവനെ അവിടുന്ന് ഓടിച്ചു വിട്ടെന്ന് അറിയാൻ കഴിഞ്ഞേ. സത്യമാണോ അമ്മേ? പിന്നെ സത്യമാണോന്നോ? എടാ, അങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെട്ടെന്ന് തന്നെ കൂട്ടിയാൽ മതി. ഇങ്ങനെ കൂടെ മുന്നോട്ട് പോയ പ്രശ്നമില്ല. അപ്പോഴേക്കും നവ്യ വന്നു. നവ്യ ഈ കാര്യം പറഞ്ഞു. നവ്യയ്ക്കും ഭയങ്കര സന്തോഷമായിരുന്നു. നവ്യ പറഞ്ഞു, ഇപ്പോഴാണ് നിന്റെ മുത്തശ്ശന് ശരിക്കും മുത്തശ്ശനായത്. ഇങ്ങനെ മോഹം നോക്കാതെ നടപടികൾ എടുക്കണം. അല്ല, കുറെ കാലം നിനക്കായിരുന്നല്ലോ കൊട്ടുമൊത്തം കിട്ടുന്നേ. ഇത് കേട്ടപ്പോ അബി പറഞ്ഞു, ഇപ്പോഴേ എനിക്ക് തന്നെ കിട്ടിക്കൊണ്ടിരിക്കണേ. എടാ, അങ്ങനെയാന്ന് പറഞ്ഞാലും നിനക്കറിയാലോ, ഈ പറയുന്ന ആദർശ് എന്ന് പറയുന്ന മഹാനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടവനല്ലേ നിന്റെ മുത്തശ്ശന്. അതിൽ പലൊരു സന്തോഷം നിനക്ക് വേറെ കിട്ടാനുണ്ടോന്ന് ചോദിച്ചു. എടി, അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേങ്കിൽ ഇനിയിപ്പോൾ ആദർശനെ തിരികെ വിളിക്കുമെന്ന് അറിയില്ലോ. വിളിക്കാനൊന്നും പോകുന്നില്ല. നിന്റെ മുത്തശ്ശൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടേ പറഞ്ഞത് തന്നെയാ. ഇനിയിപ്പോൾ അത് മാറ്റി പറയാനൊന്നും പോകത്തില്ല. അത് ആ കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. നീ നോക്കിക്കോടാ, ഈ പറയുന്ന ആദർശം ഒന്നുമല്ലാതെ തേരപാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ആ സമയം നീ ആഞ്ചലോയിൽ കയറി നല്ലൊരു പൊസിഷനിൽ കയറി ഒടുവിൽ കണ്ടു അവിടുത്തെ നല്ലൊരു മാനേജർ പോസ്റ്റ് നിനക്ക് കിട്ടുകയും ചെയ്യും. അന്ന് നീ തല ഉയർത്തിപ്പിടിച്ച് ആദർശിന്റെ നയനയുടെ ഒക്കെ മുന്നിൽ നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മൂർത്തി ജ്വല്ലറി തകർന്ന തരിപ്പണമായി പോയിട്ടുണ്ടായിരിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അഭി പറഞ്ഞു, അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയാണ് നവ്യെ ഞാനും കാത്തിരിക്കുന്നേ. കാരണം എന്നെ ആ കമ്പനിയിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ തന്നെ ഞാനത് മനസ്സിൽ വിചാരിച്ചാന്ന് പറഞ്ഞു. ഈ സമയം എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. അനി പോയി ആദർശിനെ വിളിക്കണം, ഫോൺ ചെയ്യണം. ഫോൺ വിളിച്ചിട്ട് ആദർശനോട് പറഞ്ഞു, ആദർശേട്ടൻ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഞാൻ ഇപ്പോഴറിഞ്ഞേ മുത്തശ്ശന്റെ സ്വഭാവത്തിന് എത്ര മാറ്റം വന്ന് എന്താന്ന് എനിക്കറിയില്ല. പഴയ സ്വഭാവമൊന്നുമല്ല മുത്തശ്ശന്. അത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, അതൊന്നും ഓർത്ത് എനിക്ക് സങ്കടമൊന്നും ഇല്ലടാ. നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞു. എന്നാലും എനിക്ക് ഭയങ്കര വിഷമായിപ്പോയി. എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആദർശാണ് ഇങ്ങോട്ടേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കൂട്ടിക്കൊണ്ട് വരാന്ന്. പക്ഷെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ അതിന് സമ്മതിക്കുമെന്ന് തോന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട. എടാ, ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത്. തലയെടുപ്പോട് കൂടിയിട്ട് അങ്ങോട്ടേക്ക് കയറി വരുവുള്ളെന്ന്. കള്ളത്തരങ്ങളൊക്കെ പിടിക്കണ്ടേ, ഇങ്ങനെ പോയിട്ട് കാര്യമില്ലല്ലോ. അല്ല, ഞാൻ വന്ന് മുത്തശ്ശന്റെ മുന്നിൽ നിൽക്കില്ല. കാരണം മുത്തശ്ശന്റെ മുഖത്തല്ലാതെ എനിക്ക് നോക്കാൻ പറ്റില്ലടാ എന്ന് പറഞ്ഞിട്ട് ആദർശ് കോള് കട്ട് ചെയ്യാണ്. ആ സമയം അവന്തിക മൂർത്തി മുത്തശ്ശൻ്റെ അടുത്തേക്കല്ലോ. കാരണം മുത്തശ്ശനെ സോപ്പിടാൻ വേണ്ടി ചെല്ലുന്നതാണ്. മുത്തശ്ശനോട് എന്നിട്ട് പറഞ്ഞു, എന്നാലും മുത്തശ്ശൻ ഇത്രയൊക്കെ വയ്യായോ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ എന്നോടെങ്കിലും ഒന്ന് പറയാൻ മേലായിരുന്നോ?
അത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, അതിനുള്ളൊന്നും ഇല്ല മോളെ. പിന്നെ മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ പറയും, എനിക്കറിയാം. പക്ഷെ എന്നോട് പറയാൻ മടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനേ എൻ്റെ അമ്മയുടെ അഭിയുടെ സ്വഭാവമൊന്നുമല്ല എനിക്കിപ്പം. അത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്, മോൾക്ക് നല്ല മാറ്റം ഉണ്ടെന്ന്. അത് മുത്തശ്ശ, അയർലൻഡിൽ പോയി കഴിഞ്ഞപ്പം ഞാൻ പല കാര്യങ്ങളും പഠിച്ചെന്ന് പറഞ്ഞു. നിങ്ങളുടെയൊക്കെ വില എന്താണെന്ന് മനസ്സിലാക്കിയത് ഞാൻ അവിടെ ചെന്നതിന് ശേഷമാണ്. ഇത് കേട്ടപ്പം മുത്തശ്ശൻ പറഞ്ഞു, സാരമില്ല, എനിക്കൊരു പ്രശ്നമില്ല മോളെ. ഇതേ മുത്തശ്ശ, എന്തേലും വയ്യായി ഉണ്ടെ പറയണോട്ടോ. ഞാൻ മുത്തശ്ശനോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് വരത്തില്ലായിരുന്നു, ഒരു വാക്കൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. മുത്തശ്ശന് എനിക്ക് തോന്നുന്നു നല്ല ടെൻഷൻ ഉണ്ടെന്ന് തോന്നേ ആദർശേണ്ണൊക്കെ ഇവിടുന്ന് പോയതില്. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദർശേണ്ണെ നയനേച്ചി ഇങ്ങോട്ടേക്ക് വിളിക്ക്. അത് കേട്ടപ്പോൾ മുത്തച്ഛൻ പറഞ്ഞു, അതിനെക്കുറിച്ച് മാത്രം മോളൊന്നും പറയണ്ട, അറിയാലോ എനിക്ക് അത് കേൾക്കാനായിട്ട് താല്പര്യമില്ലെന്ന് പറഞ്ഞു. അവന്തിക ഉള്ളിൽ ചിരിക്കുവാണ്. ഓ, നല്ലൊരു കാര്യമാ, ഇതിന് വേണ്ടിയിട്ട് താനും കാത്തിരുന്നേ. പക്ഷെ അത് പുറമെ കാണിക്കാനായിട്ട് പറ്റില്ലല്ലോ. ആ ഒരു സന്തോഷം ഉള്ളിൽ തന്നെ വെച്ചാൽ മതി എന്നൊരു ചിന്തയായിരുന്നു അവന്തിയയ്ക്ക്. അങ്ങനെ പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോൾ മൂർത്തി മുത്തച്ഛനെ നരസിംഹ വക്കീല് വിളിക്കുകയാണ്. വക്കീല് വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് വക്കീലൊരു കാര്യം പറഞ്ഞു, എടോ, എന്റെ കൊച്ചുമോനും തനിക്ക് നന്നായിട്ട് അറിയാൻ മേലെന്ന് ചോദിച്ചു. അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു വർത്താനം കാര്യങ്ങളും? അല്ല, അവന് കല്യാണാലോചനകളൊക്കെ കൊടുമ്പിരി കൊണ്ട് നടക്കുക. പക്ഷെ അവന്റെ മനസ്സിലൊരു പെണ്ണെന്നും പറഞ്ഞുകൊണ്ട് അവനൊന്നിനും അങ്ങോട്ട് സമ്മതിക്കുന്നില്ല. പക്ഷെ ഇപ്പോഴാണെങ്കിലോ പത്മയ്ക്കൊരു തീരുമാനമുണ്ട്. പത്മയ്ക്ക് അവന്തികനെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അവന്തികേനോ? അതെ, അവന്തികനെ മരുമോളാക്കാൻ്റെ താല്പര്യമുണ്ട്. ഒരു പക്ഷേ ജാതകങ്ങളൊക്കെ നവീന്റെ അവന്തികയുടെയും ചേരുമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ ബന്ധം നമുക്കൊന്ന് നടത്തിയാലോ, രണ്ട് കുടുംബങ്ങളും തമ്മിൽ ഒരു ബന്ധം ആവുമല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, അല്ല, അത് ശരിക്കും ഒന്ന് ആലോചിച്ചിട്ട് പോരെന്ന് ചോദിച്ചു. അതെന്താടോ അങ്ങനെ പറഞ്ഞേ? അല്ല, ഞാനങ്ങോട്ട് പറഞ്ഞതാ. ഇത് കേട്ട് കഴിഞ്ഞപ്പം നരസിംഹ വക്കീൽ പറഞ്ഞു, അല്ല, അവളുടെ സ്വഭാവമൊക്കെ നല്ലതല്ലേ, നല്ല പെൺകുട്ടിയല്ലേ അവള്, നവീന് ചേരും. ഞാനും അവളെ കണ്ടായിരുന്നല്ലോ അന്ന് വന്നു കഴിഞ്ഞപ്പം. മുത്തശ്ശൻ പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ. പിന്നെ അവർക്ക് തമ്മിൽ ഇഷ്ടപ്പെടുമോന്ന് അറിയില്ലല്ലോ. ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ സ്വഭാവമൊക്കെ അല്ലേ. നവീനോടും അതുപോലെ തന്നെ അവന്തിയോടും ഒക്കെ ചോദിച്ചിട്ട് അവരുടെ തീരുമാനം എന്തെന്ന് അറിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നരസിംഹ വക്കീൽ പറഞ്ഞു, അതത്രേ ഉള്ളൂ. പക്ഷെ അതിനു മുമ്പ് തന്നോട് ചോദിക്കണമല്ലോ കാര്യങ്ങളൊക്കെ. പിന്നെ അത് മാത്രമല്ല, ജാതകം നോക്കണം. ജാതകം ചേരുമെങ്കിൽ മാത്രം ഈ ബന്ധമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം അവരോടൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് ജാതകമൊക്കെ നോക്കി ഓക്കെ ആണെങ്കിൽ പറഞ്ഞാൽ പോരെന്ന് ചോദിച്ചു. മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം തന്നെ അത്. അങ്ങനെയാണെങ്കിൽ തന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ അതിനെക്കുറിച്ച് നോക്കാന്നൊക്കെ പറയണം. ഇതേ സമയത്ത് കനക നയനയെ കാണാനായിട്ട് വരുന്നുണ്ട്. നയനയെ കണ്ടു കഴിയുമ്പോൾ കനയ്ക്ക് ഭയങ്കര സങ്കടമായി. നയനെ കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെയുണ്ട്. എന്നാലും എൻ്റെ മോളെ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുവാണ്. ആ സമയത്ത് നയന പറഞ്ഞു, അമ്മ വിഷമിക്കൊന്നും വേണ്ട അമ്മേ, അമ്മ ധൈര്യമായിട്ടിരിക്കുക. അമ്മ എന്തിനാ സങ്കടപ്പെടുന്നേ? അല്ല മോളെ, ഇവിടെ ആദർശം മോളും മാത്രമല്ലേ ഉള്ളൂ. എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ച് ദിവസം ഇവിടെ നിൽക്കാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് നയന പറഞ്ഞു, വേണ്ട, അവിടെ അച്ഛനും നന്ദുവൊക്കെയല്ലേ ഉള്ളൂ. നന്ദു പോയി കഴിഞ്ഞാൽ അച്ഛൻ തനിച്ചില്ലേ ഉള്ളൂ, അമ്മ അവിടെ വേണമെന്ന് പറഞ്ഞു. കനക പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല മോളെ, മോളുടെ കാര്യം നോക്കാനായിട്ട് ഇവിടെ ആരെങ്കിലും വേണ്ടേ? അല്ലമ്മേ, ദാമുവേട്ടുണ്ടല്ലോ ഇവിടെ ആഹാരമൊക്കെ ഉണ്ടാക്കി തരാൻ. പിന്നെ ആദർശേണ്ണുണ്ട്, എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് ആദർശ് അങ്ങോട്ടേക്ക് വരുന്നത്. പിന്നീട് ആദർശമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് നയന പറഞ്ഞു, അമ്മയ്ക്ക് അറിയാലോ നവ്യേച്ചിയുടെ കാര്യം. നവ്യേച്ചിയാണെങ്കിലോ ഇപ്പൊ ഒന്നിനൊന്നിന് ആരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുസരിക്കാത്തൊരു സ്വഭാവമാണ്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവുമെന്ന് അറിയില്ല. കനക പറഞ്ഞു, അവളെക്കുറിച്ച് പറയാതിരിക്കുന്ന മോളെ ഭേദം. പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, തലയിലേക്ക് കയറത്തില്ല. എന്തൊരു പ്രവൃത്തി അവൾ ചെയ്തോണ്ടിരിക്കുന്ന അറിയോ? ചില സമയത്ത് തോന്നും എല്ലാം കൂടെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞാലോന്ന്. പിന്നെ ജീവിതം തകരുമെന്ന് ഓർത്തിട്ട് മാത്രം ഒന്നും പറയാത്തെ അല്ലേ. പണ്ടേ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞാനും എന്ത് ചെയ്യാനാ, എന്റെ വയറ്റിൽ പറന്നു പോയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടുവാണ് കനക. ആ സമയം നയന പറഞ്ഞു, എന്തേ വിഷമിക്കൊന്നും വേണ്ടമ്മേ, അമ്മ ധൈര്യമായിട്ടിരിക്കുക, അധികം വൈകാതെ ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. കനക പറഞ്ഞു, ഞാൻ കുറേ വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് മോളുടെ ആദർശവന്റെ എല്ലാവരുടെയും പേരിൽ. എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങളൊക്കെ മാറി കുടുംബത്തിൽ സമാധാനം, അതുപോലെ തന്നെ മോനെ MD ആവാനായിട്ട് വീണ്ടും MD കസേരയിൽ ഇരിക്കാൻ വേണ്ടി അങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ ഞാൻ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, വേണ്ടമ്മേ, അങ്ങനെയുള്ള പ്രാർത്ഥനകളൊന്നും നടത്തേണ്ട കാര്യമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് സത്യങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടി അമ്മ പ്രാർത്ഥിച്ചു. പക്ഷെ MD കസേരയിൽ അവിടെ അനി ഇരുന്നോട്ടെ, എനിക്കിപ്പോൾ ആരിരുന്നാലും കുഴപ്പമില്ല, കമ്പനി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കനക പറഞ്ഞു, എനിക്കറിയാം മോൻ്റെ മനസ്സെന്താന്ന്, മോൻ്റെ നല്ല മനസ്സാ, അതുകൊണ്ട് അതേ കാലം മോന് ഇങ്ങനെ മാറി നിൽക്കേണ്ട വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുവാണ്. ഇതേ സമയത്ത് മുത്തശ്ശനോട് പറഞ്ഞു, ദേവാനിക്കും ഒക്കെ നല്ല വിഷമമായി തോന്നേ, അതുപോലെ തന്നെ ആദർശ് മോനും നയനമോൾക്കും ഒക്കെ സങ്കടമായിട്ടുണ്ടെന്ന് തോന്നേ ഇദ്ദേഹം അങ്ങനെയൊക്കെ പെരുമാറിയത്. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, നിനക്കറിയാലോ വസന്തരെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ
ഒരു പക്ഷേങ്കിലും ഞാൻ അവരോട് സ്നേഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്നറിയാലോ. അതുകൊണ്ട് മാത്രം. അത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു, എനിക്ക് നല്ല വിഷമമുണ്ട്, പക്ഷെ ഒരു നല്ല കാര്യത്തിനായിട്ടാണല്ലോ എന്നോർത്ത് മാത്രം ഞാൻ സമാധാനിക്കണേന്ന് പറഞ്ഞു. ഈ സമയത്ത് പിന്നീട് ആദർശ് കിരണിനെ കാണാൻ പോകുന്നുണ്ട്. കിരണിനെ കണ്ടിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കിരണിനോട് പറയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ആ ഏൻജോയുടെ പിന്നിൽ ആരാ ഉള്ളതെന്ന് കണ്ടെത്തണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അപ്പൊ കിരൺ പറഞ്ഞു, അതിനുള്ള കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന രീതി ഞാൻ ചെയ്തിട്ടുണ്ടാ, നീ ധൈര്യമായിട്ടിരിക്കുക എന്നും പറഞ്ഞ് കിരൺ ആദർശിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് ഒരു പുതിയൊരു പ്ലാനും പദ്ധതികളൊക്കെ തയ്യാറാക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോടെ നിർത്തുന്നു. നന്ദി.